പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ വായന. കൃപയാൽ മതിമറന്ന ദാവീദ് രാജാവ് ചോദിക്കുന്നു, കർത്താവേ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ആരാണ്? അതാണ് നമ്മുടെ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പാടുകളിൽ നാം അത് നിലവിളിക്കുന്നു. രോഗനിർണയത്തിലും ജോലി നഷ്ടത്തിലും അനുഗ്രഹങ്ങളിൽ നാം അത് മന്ത്രിക്കുന്നു. ഒരു വാതിൽ തുറക്കുന്നു, കൃപ വരുന്നു. ഈ ചോദ്യം ദൈവത്തിലേക്കോ ദൂരത്തിലേക്കോ നയിച്ചേക്കാം. അത് സത്യത്തിലേക്കുള്ളൊരു വാതിലായി മാറട്ടെ. സംസ്കാരം പറയുന്നു യോഗ്യത, പ്രതിഫലം നേടുക എന്നാൽ തിരുവെഴുത്ത് നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ നിങ്ങൾക്കെന്താണുള്ളത്? ദൈവത്തിൻ്റെ സ്നേഹം ശുദ്ധമായ ദാനമാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, സ്നേഹത്തിൽ നടക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സഹനമോ അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിലോ? യേശു എന്തുകൊണ്ടെനിക്ക് എന്നത് കുരിശിൽ നിനക്കായി എന്നാക്കി മാറ്റി. നീ സമ്മാനങ്ങൾ മറയ്ക്കുകയാണോ? യേശു വിളക്ക് മറയ്ക്കരുതു. സമ്മാനങ്ങൾ ദൗത്യമാണ് സഭയ്ക്ക്. ഏകാന്തത മറന്നുപോയത് കഷ്ടപ്പാടുകൾ പോലും വീണ്ടെടുക്കുന്നു. നമ്മൾ എന്താണ് മറയ്ക്കുന്നത്? ക്ഷമ, സമയം, സാക്ഷ്യം. ക്രിമിനൽ ഫ്രാൻസിനിക്കു വേണ്ടി സെന്റ് തെരേസ് പ്രാർത്ഥിച്ചു. മരണസമയത്ത് അദ്ദേഹം ക്രിസ്തുവിന്റെ മുറിവുകളിൽ ചുംബിച്ചു. അവളുടെ മറഞ്ഞിരിക്കുന്ന സമ്മാനം ഫലിച്ചു. ഉദാരമായി അളക്കുക, ദൈവം കൂടുതൽ നൽകുന്നു. എന്തുകൊണ്ടെനിക്ക് എന്നതു നന്ദിയും വിശ്വാസവും ആക്കി മാറ്റുക. ഈ ബലിപീഠത്തിൽ നിങ്ങളുടെ എന്തുകൊണ്ടെനിക്ക് എന്നതും സമ്മാനങ്ങളും കൊണ്ടുവരിക. ക്രിസ്തു അവയരൂപാന്തരത്തടത്തുന്ന ഇതു തന്നെ കുൾതാളു. അവനു ഗ്രിന്ദിയൊന്നെന്താക്കുവരല്ലയോ ജീവിക്കുക. സമ്മാനങ്ങൾ പരിക്കടവീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ.